പറഞ്ഞു പറഞ്ഞ് വിഷു ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊടുക്കുന്നത്രേ. നിങ്ങളെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം എവിടെ എത്തി? അപ്പോൾ ഞാനിന്ന് ഞായറാഴ്ചയായിട്ട് പുറത്ത് ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കിയുള്ള ദിവസം അകത്ത് അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഉള്ളിലത്തെ കാര്യങ്ങൾ അത്ര പ്രശ്നമില്ല. ഇനിയിപ്പം ഒരു 1 ദിവസം 2 ദിവസം കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് പുറത്ത് ക്ലീൻ ചെയ്യുമ്പോൾ സനിച്ചേട്ടനും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിവിടെ മഹാഗണി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇല വീണിട്ട് നിറയെ ചപ്പാണ്. അത് ഒരു സമയത്ത് ഫുൾ ഇല ഇങ്ങനെ ഉണങ്ങുമല്ല. അപ്പം അങ്ങനെ കാറ്റത്ത് ഫുള്ള് പാറി വീണിട്ട് ആ ഒരു സൈഡ് മൊത്തം ആ ഇലയാണ്. ഇപ്പം ആ മരം നല്ലതായിട്ട് ഇലയെല്ലാം വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പം കുറേ ഇലകൾ അങ്ങനെ വീണിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോ സൈഡിൽ ഇങ്ങനെ അടിച്ചു കൂട്ടിയിട്ട്, നമുക്ക് സ്ഥലം കുറവാണ് വീടിന് ചുറ്റും. അപ്പം എല്ലാ ഭാഗത്തുനിന്നും കത്തിക്കാൻ വേണ്ടി പറ്റൂല. അപ്പം ഞാനിങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ അടിച്ചു കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അപ്പം മഴ പെയ്ത സമയത്ത് അതെല്ലാം നനഞ്ഞു. പിന്നെ അത് കത്തിക്കാനും പറ്റിയില്ല. അപ്പം ഇപ്പം നല്ല വെയിലുണ്ട്. അപ്പം ആ സമയത്ത് വൈകുന്നേരം ആകുമ്പോഴേക്ക് ബാക്കിയുള്ളതും കൂടി അടിച്ചുകൂട്ടി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ ആടെ തന്നെ കത്തിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഇവരില്ല സമയത്ത് ഇതെല്ലാം ചെയ്യാനും പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഈ ചപ്പിൻ ചവറിൻ്റെ ഇടക്ക് ചിലപ്പം പാമ്പോ പറയാമെങ്കിലല്ല. അപ്പം എനിക്ക് പേടിയാണ്. അപ്പോൾ ഇവരുണ്ടാവുന്ന സമയം, അതായത് ഞായറാഴ്ച അല്ലെങ്കിൽ ലീവ് ദിവസമാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ പുറത്തെ കാര്യങ്ങൾ ചെയ്യുക. കുറച്ച് സഹായിക്കും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കേക്ക് കഞ്ഞീരെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കേക്ക് കഞ്ഞിയാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ചോറ് വാർത്ത് വെക്കാമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കറിക്ക് പെട്ടെന്നൊരു ചമ്മന്തി ആയാലും അരച്ചാൽ നമുക്ക് ഇന്നത്തെ കാര്യം കുശാലായി. പിന്നെ ചൂടിന് എല്ലാവർക്കും കഞ്ഞി കുടിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പം വേഗം ഞാനിതാ തുണി മെഷീനിലേക്ക് അലക്കാനിടുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, മക്കളെല്ലാം ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം വീട്ടിൽ നിന്ന് ഇടുന്ന കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ഒന്നുമില്ല. അപ്പോൾ കുറച്ച് മാത്രമേ ഇല്ലൂ നനക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മെഷീനിൽ ലിക്വിഡ് സോപ്പാട്ടാണ് ഞാൻ ഉപയോഗിക്കൽ. ലിക്വിഡ് സോപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് നമ്മൾ ഈ പൗഡർ ഇടുന്ന സമയത്ത് മെഷീൻ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. എനിക്കതിൻ്റെ അനുഭവമില്ല ആളാണ് കേട്ടോ. ടബ് മൊത്തം ബ്ലോക്കായി വെള്ളം പോവാണ്ട് ബുദ്ധിമുട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിന്. അതിന് ശേഷം ഞാൻ ഇത് തന്നെ ഉപയോഗിക്കൽ. അപ്പം പത്രം എല്ലാ ദിവസവും ഇവരാരെങ്കിലും പോയി എടുക്കും. ഇന്ന് ആർക്കും പോവാത്തതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് എല്ലാവരും എണീച്ചത്. അപ്പം ഞാൻ തന്നെ വേഗം പോയിട്ട് എടുത്തിട്ടുണ്ട്. പത്രവായന വലിയൊരു ശീലമൊന്നും എനിക്കില്ല. ആ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് 1-2 പേജ് ഇങ്ങനെ മറിച്ച് നോക്കുന്നല്ലാണ്ട് ഇരുന്ന് പത്രം വായിക്കുന്നൊരു ശീലമൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ വേഗം ഉള്ളിലത്തെ പണിയെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഒരു സമയം കഴിഞ്ഞാൽ നല്ല വെയിലാണ്. ഇപ്പോഴത്തെ ചൂട് നമുക്ക് അറിയാമല്ലോ. ഒരു 10:45-11 മണി വരെ മാത്രമേ നമുക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും നടക്കൂലൂ. പിന്നെ നല്ല വെയിലായിരിക്കും. ഇന്ന് എന്തായാലും ഒന്നിച്ച് ചുറ്റും വൃത്തിയാക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് 2 സൈഡിലാണ് നല്ലോണം കച്ചറ ഇങ്ങനെ ഇല്ലത്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഡെയിലി അടിച്ചു പോകുമ്പം കളയാനില്ലതേ ഇല്ലു. അപ്പം അതെല്ലാം ഓൾറെഡി ക്ലീൻ ആയിട്ട് തന്നെ ഇല്ല. അപ്പം ബാക്കി 2 സൈഡാണ് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം ആവുന്നില്ലത് അറിയില്ല. അതിനിടയ്ക്ക് പിന്നെ വന്നിട്ട് കഞ്ഞീരെ കാര്യങ്ങളും അങ്ങനെയെല്ലാം നോക്കുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് നിന്നത്. അപ്പോൾ എൻ്റെ അവത്തെ അടിച്ചു വാരലും മറ്റ് പണികളെല്ലാം കഴിയുമ്പോൾക്ക് വെള്ളം ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യമൊന്നും ഞാൻ ഈ അടുപ്പിൽ വെക്കലേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. നമുക്ക് ഈ ഫസ്റ്റ് ആവുമ്പം എന്തായാലും ടൈം എടുക്കുമെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. പിന്നെ ഞാനത് മടിച്ചിട്ട് കത്തിക്കാണ്ടായി. പിന്നെ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെയും അങ്ങനത്തെ എല്ലാം നോക്കുമ്പം പിന്നെ എനിക്കിഷ്ടമാണ്, അടുപ്പ് കത്തിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു, അടുപ്പ് ഇങ്ങനെ വേഗം കത്തുന്നില്ല, വെള്ളം ചൂടാവുന്നില്ല എല്ലാം പറയുമ്പോൾ അവർ പറഞ്ഞു അത് പുതിയതായതുകൊണ്ടാണ്, ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ആ കുഴപ്പമുണ്ടാവില്ല പറഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ട് അറിവല്ലായി. പക്ഷെ ഞാനതിലങ്ങനെ കത്തിക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പം ഇത് ശരിയായിട്ടുണ്ട്. വേഗം വെള്ളം ചൂടാവലും കാര്യങ്ങളെല്ലാം ആയി. ഇപ്പം ഞാൻ അത്യാവശ്യം അടുപ്പിൽ തന്നെ കത്തിച്ച് വെക്കുന്നത്. അപ്പം ഞാനിതാ ഈ ഒരു സൈഡാണ് ഇന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നന്നായിട്ട് പുല്ല് കയറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഒരുപാട് ചെടികൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം ഞാനെടുത്ത് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഈ സൈഡ് കാണുന്നതെല്ലാം ചെടി തന്നെയാണ് കേട്ടോ. ഈ നടക്കേണ്ട ആ ഒരു ഭാഗം മാത്രമാണ് വൃത്തിയാക്കേണ്ടതുണ്ടായിന്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി പുല്ലെല്ലാം ഒന്ന് പൊരിച്ചെടുത്ത് ഈ ഭാഗം ഒന്ന് അടിച്ച് ക്ലീനാക്കി കഴിഞ്ഞാൽ ഈ സൈഡ് പെട്ടെന്ന് തന്നെ ക്ലീനാവും. അപ്പം ആദ്യത്തെ പണിയും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വരുമ്പോഴേക്ക് എൻ്റെ കഞ്ഞി ഇതാ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കഞ്ഞി ഈ ബോണിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി പിന്നെ വൈകുന്നേരത്തേക്ക് വറക്കാമെന്ന് വിചാരിക്കുന്നത്. വൈകുന്നേരം ഇപ്പം എന്നാ കറി വെക്കുവാന്നുള്ളൊരു ഇതുണ്ട്. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നലെ ഇവർ വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുമില്ല.
മീനുണ്ടെങ്കിലേ രാത്രിത്തെ കാര്യം നടക്കൂ. അത് പിന്നെ എന്തെങ്കിലും മുട്ടയാറ്റം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ വേഗം ചോറ് വാർത്തതിന് ശേഷം ബാക്കി പണിയിലേക്ക് പോവാം. നല്ല ചൂടാണ്, നല്ല ക്ഷീണമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കലേ പണിയില്ല കേട്ടാ. പിന്നൊരു കാര്യം, നമുക്കിടെ ഇപ്രാവശ്യം വിഷു ഇല്ല കേട്ടാ. പക്ഷേ വിഷു ഇല്ലെങ്കിലും നമുക്ക് ആ ഒരു വൃത്തിയാക്കലും വീട്ടിൽ അന്നത്തെ ദിവസം വിളക്ക് കത്തിക്കലും അതെല്ലാം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയല്ലേ, കണി കാണലും സംഭവങ്ങളെല്ലാം. അപ്പോൾ കണി നിരത്തലോ വെടിപൊട്ടിക്കലോ സദ്യ ഉണ്ടാക്കലോ അതൊന്നും ഇപ്രാവശ്യം ഇടിയില്ല. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം വീട്ടിൽ പോയാലും ഇവിടുത്തെ കാര്യങ്ങളൊന്നും മുടക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അതുകൊണ്ട് വിഷു ആയെന്ന് പോവാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ വിളക്കെല്ലാം കത്തിച്ച് അമ്പലത്തിലെല്ലാം പോയി കണി കണ്ട് നേരെ വീട്ടിലേക്ക് വിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏതായാലും വൃത്തിയാക്കലും കാര്യങ്ങളൊന്നും മുടക്കുന്നില്ല. അപ്പം ഇവിടെ നമ്മളെ കുരുമുളകിൻ്റെ ഇലയിലേക്ക് ഒരുപാട് ചെടികളും വള്ളികളെല്ലാം ഇങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് റൗണ്ടിൽ ഞാൻ ഒരു ഇലച്ചെടി നട്ടിട്ടുണ്ട്. അതിപ്പം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ചില ഭാഗത്തെല്ലാം വെയിൽ നന്നായിട്ട് വെള്ളം കുറച്ച് ആ ഒരു ചെടിക്ക് അത്ര ഉഷാറ് പോരാ. അല്ലാണ്ട് നല്ല വെള്ളം വീണ് കുറച്ച് തണലെല്ലാം ഉള്ളെടുക്കുക നല്ല ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മളൊരു മാവ് നട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റിലും ഞാൻ ചട്ടിയിൽ എല്ലാ ചെടികളും വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ കുറച്ച് സ്ഥലം കുറവാണ് ചെടികളിലൊന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആടിയിലെ എല്ലാ ചെടികളും ഞാനെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈടെല്ലാം ഡെയിലി വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പുള്ളികളിങ്ങനെ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അടിച്ചു വാരാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ ചെടികളും എടുത്ത് ഞാൻ ആദ്യം തന്നെ ഈ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ചെടി ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അത് പരിപാലിക്കാനുള്ള എന്താ പറയുക രീതികളും കാര്യങ്ങളൊന്നും എനിക്കത്ര വശമില്ല. ഞാൻ യൂട്യൂബും അങ്ങനെയെല്ലാം നോക്കി തന്നെയാണ് വീഡിയോ എല്ലാം കണ്ട് അങ്ങനെ തന്നെയാണ് ചെടീൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക കേട്ടോ. അപ്പം ഇപ്പം ഒരുപാടൊന്നുമില്ല, കുറച്ചുണ്ട് ചെടികൾ. അപ്പോൾ അതിനിടയിൽ ഇതാ സനിച്ചേട്ടൻ ഈ വൃത്തിയാക്കി എടുക്കുക ഒരു ചെറിയൊരു മുരിങ്ങയുണ്ട്. അപ്പോൾ അത് ഒരുപാട് നമ്മൾ വളരാൻ വിടലില്ല. കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തെ വീടിൻ്റെ ഷീറ്റിലേക്ക് അതിൻ്റെ ഇല വീഴുന്നതുകൊണ്ട് പിന്നെ അത് ബ്ലോക്കാവും, വെള്ളം പോകാണ്ടെല്ലാം ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് നമ്മൾ ഇല പൊട്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൊമ്പാടുന്ന് പൊട്ടിച്ച് കളയുക പതിവ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉയരത്തിൽ പോകാൻ വേണ്ടി വിടലില്ല, വലുതാവാനും വിടലില്ല. വലുതാവുമ്പോൾ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാനും എല്ലാം ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതാ അതിൽ കുറച്ച് ഇല പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ ഉച്ചക്കേക്കില്ല ഉപ്പേരി ഇതാണ്. അപ്പോൾ ഇവിടെ ഇതാ നല്ല വെയിൽ വന്നു തുടങ്ങി. അതുകൊണ്ട് നമ്മ പണി നിർത്തിയിട്ടുണ്ട്. ഇനി ബാക്കി പണി വൈകുന്നേരം ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞിപ്പറേച്ചി മാങ്ങ കൊണ്ട് തന്നിട്ടുണ്ടായിന്. അപ്പോൾ സനിച്ചേട്ടൻ അത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ രണ്ടാളും കൂടി തന്നെ ഇല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, മുരിങ്ങ ഇല. അപ്പോൾ മുരിങ്ങയിലെല്ലാം സെറ്റാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ നേരം നമ്മിങ്ങനെ അരി വറുത്തിടും. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഇടലുണ്ടോ എന്നില്ലൊന്ന് പറയണേ. ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. നേരത്തെ വറുത്തിടാൻ വേണ്ടി പാടില്ല. നമ്മൾ ചോറ് ഉണ്ടാൻ വേണ്ടി പോകുന്നതിന് കുറച്ച് മുപ്പട്ടെ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഈ അരി ഇങ്ങനെ നല്ല പൊരി പോലെ ഉണ്ടാവും. അപ്പം ഉപ്പേരി കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. നല്ല മൂത്ത മാങ്ങയാണ്, അധികം പുളിയും ഇല്ല എന്നാൽ മധുരം പിടിച്ചിട്ടുമില്ല, അങ്ങനത്തെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും കൂട്ടി ചമ്മന്തി അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തിയേനെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.